പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഏപ്രിൽ 1, ആളുകളെ വിഡ്ഢിയാക്കുന്ന ദിവസത്തിൽ ഒരു കഥ കേൾക്കൂ. ഏപ്രിൽ 1. അയ്യോ ചേട്ടാ, പറമ്പിൽ നിന്ന് ടൈം പീസ് പോലെ എന്തോ ശബ്ദം കേൾക്കുന്നു. ശശാങ്കൻ ഉറക്കെ വിളിച്ചുകൂവി. എൻ്റെ പൊന്നേ, വല്ല ബോംബുവാണെങ്കിൽ പണി പാളി, രമേശൻ പറഞ്ഞു. ഏതായാലും നമുക്ക് മാത്തപ്പൻ ചേട്ടനെ കണ്ട് കാര്യം പറയാം. മാത്തപ്പൻ ചേട്ടാ, ചേട്ടോ, ചന്തമുക്കിലെ നിങ്ങളുടെ ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആരോ ബോംബ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കർത്താവേ, പണിയായോ? വേസ്റ്റ് ഇവിടെ ഇടരുതെന്ന് ബോർഡ് വെച്ച അന്നു മുതൽ എല്ലാ അവന്മാരും ഉള്ള വേസ്റ്റ് മുഴുവൻ അവിടെ കൊണ്ട് ചാണ്ടും, മാത്തപ്പൻ അരിശത്തോടെ പറഞ്ഞു. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും ചന്തമുക്കിൽ വലിയ ആൾക്കൂട്ടമായി കഴിഞ്ഞു. സ്റ്റേഷനിലേക്ക് ആള് പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്താവാൻ, ബോംബ് സ്ക്വാഡ് തന്നെ വരണം. പട്ടാളം ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ അന്താരാഷ്ട്ര അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പോഴേക്കും പോലീസ് എത്തി ആൾക്കൂട്ടത്തെ മാറ്റി. ആരുടെയാണ് ഈ സ്ഥലം? എൻ്റെയാ സാറേ. അപ്പച്ചൻ പണ്ട് കപ്പകൃഷിയും വാഴകൃഷിയൊക്കെ ചെയ്തിരുന്ന. വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ എലിശല്യമുണ്ട്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാതെ എങ്ങനെ ഇറങ്ങി നോക്കും? നമുക്കതിന് വഴിയുണ്ടാക്കാം. അപ്പോഴേക്കും പഞ്ചായത്ത് മെമ്പർ അവിടെ എത്തി. ധൈര്യമുള്ള ഏവനെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വെട്ടിത്തെളിക്ക്. മെമ്പർ ഒരു നമ്പർ ഇറക്കി. പറഞ്ഞു തീരും മുമ്പ് വാക്കത്തിയും കഠാരയും കോടാലിയുമായി കുറച്ച് ചെറുപ്പക്കാർ ചാടിയിറങ്ങി. സൂക്ഷിക്കണേ മക്കളെ, മാത്തൻ ചേട്ടൻ താക്കീത് നൽകി. കാട് വെട്ടി ക്ലീൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ പഞ്ചായത്തിലെ മാത്രമല്ല, ജില്ലയിലെ മുഴുവനും അന്യജില്ലയിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ അവിടെയുണ്ട്. ആവേശത്തോടെ കാട് വെട്ടുമാറ്റി മാലിന്യങ്ങൾ നീക്കി കുറച്ച് ചെന്നപ്പോൾ ഒരു ബാഗ്. ആണ്ടടാ, സംഗതി ശരിയാ, ലാലിച്ചൻ അഭിമാനമായി. അപ്പോഴേക്കും ബോംബ് സ്ക്വാഡ് എത്തി. ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ പഴയ കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പിന്നെ ഒരു ടൈം പീസ്. പരിശോധിക്കണേ സാറേ, സൂക്ഷിക്കണം, ഭയത്തോടെ പറഞ്ഞു. ഒന്നും നോക്കാനില്ല, ഇതൊക്കെ ആരോ ഉപേക്ഷിച്ചതാ, വെറുതെ മെനക്കെടുത്താൻ. SI പുരുഷോത്തമൻ സാറ് ഇഷ്ടക്കുറവ് മറച്ചു വെച്ചില്ല. ഏതായാലും ഇവിടെ ഒരു വേലി കെട്ടണം കേട്ടോ മാത്തച്ചാ, സുഹൃത്തായ രാഘവൻ പറഞ്ഞു. ആ നോക്കാം. അല്ല, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയ ചങ്ങാതിമാരെവിടെ പോയി? ശശാങ്കനും രമേശനും. ആ, ഞങ്ങളങ്ങും കണ്ടില്ല, ചെറുപ്പക്കാർ മറുപടി നൽകി. ഇനി അവന്മാരെങ്ങാനും ഏപ്രിൽ ഫൂളാക്കാൻ ചെയ്തതാണോ? ആ, പറഞ്ഞ പോലെ ഇന്ന് ഏപ്രിൽ 1 എങ്കിലും അവന്മാരെ വിടരുത്. ചെറുപ്പക്കാർക്ക് ആവേശമായി. എൻ്റെ പൊന്നു പിള്ളേരെ, ഒന്നും മിണ്ടായിരി. അവർ ചിലപ്പോൾ നല്ല ഉദ്ദേശം വെച്ച് പറഞ്ഞതാവും. ഇനി നിങ്ങൾ മിണ്ടണ്ട, മാത്തപ്പൻ തിരുത്തി. ആ, ചേട്ടൻ്റെ പറമ്പ് വൃത്തിയായത് കൊണ്ട് ചേട്ടന് കോളായി. ആ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ പോണു. അതെ, എന്തെങ്കിലും ചിലവ് ചെയ്യണം കേട്ടോ. മാത്തച്ഛൻ ഒന്ന് അമർത്തി മൂളി. ഇനി ലാവന്മാർക്ക് എന്തൊക്കെ കൊടുക്കണോ? ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ് അവന്മാരുണ്ടാക്കിയ പുകിലല്ലേ ഇത്. അതുകൊണ്ട് ഏതായാലും പറമ്പ് വൃത്തിയായി. ഏപ്രിൽ ഫൂൾ എന്നുള്ള കാര്യം മണ്ടന്മാരാദ്യം ഓർത്തില്ല. ഓർത്തെങ്കിൽ ഇത് നടക്കൂലായിരുന്നു. അങ്ങനെ ഒരു ബോംബ് കേസ് കൊണ്ട് ചപ്പും ചവറും ഒക്കെ മാറിക്കിട്ടി. ഇനി ഒരു മതിൽ തന്നെ കെട്ടിയേക്കാം, മാത്തപ്പൻ സമാധാനത്തോടെ പറഞ്ഞു.